അപ്പൊ ചങ്കള നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ മുട്ട പൊട്ടിത്തെറി, അല്ലെങ്കിൽ നമ്മുടെ ഈ ബോംബെ സൈഡിലൊക്കെ ഉള്ള ഒരു ദബ്ബ മുട്ട ഗ്രേവി, അങ്ങനെ എന്തൊരു സംഭവം പേരൊക്കെ പറയുന്നത്, ബുർജി ഗ്രേവി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ആ സംഭവം നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ അതിനിട്ടേക്കുന്ന പേര് മുട്ട പൊട്ടിത്തെറി എന്നാണ്. അപ്പം മുട്ട പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ വേറെ ഐറ്റം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് ഞങ്ങളുടെ മുട്ട പൊട്ടിത്തെറിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പുറത്ത് സഹിക്കാൻ വയ്യുന്ന ചൂടാണ്. അപ്പം നമ്മൾ അടുപ്പ് കൂട്ടി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. കുറേ ദിവസം കൊണ്ട് നമ്മൾ ഇൻഡോർ വീഡിയോസ് ആണ്, ഔട്ട്ഡോർ നമ്മൾ കുറവാണ്. അപ്പം നമ്മൾ ഔട്ട്ഡോർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോഴത്തേനും അടുപ്പ് കൂട്ടാൻ ഭയങ്കര അല്ലേ ഭയങ്കര ചൂട്. അപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു ഇന്നും കൂടെ നിങ്ങൾ സഹിക്കുക, ഞങ്ങൾ ഇന്നും വീട്ടിനകത്ത് വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ആഴ്ചത്തെ വീഡിയോ ഇട്ട് നമുക്ക് പുറത്തുള്ള പരിപാടി ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ അതിനായിട്ടൊരു സംഭവം ലോഡ് എടുക്കാൻ പോവുകയാണ്, വാങ്ങിക്കാനായിട്ട് സെറ്റ് ചെയ്ത്. ഇച്ചിരി എണ്ണ വെച്ചു കൊടുക്കാം. ഇഞ്ചി തുണിയാണ് അക്ഷരിക്ക്. രാവിലെ ബന്ധമില്ല. ഇപ്പൊ നമ്മള് ഏകദേശം 9 പൊട്ടയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. 10 കൊണ്ടേക്ക് 9 തന്നെ കടയിൽ നിന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ അതിന് ഈ മുട്ടത്തോട് റോസാട് കൂട്ടിയിട്ട് പെട്ടെന്ന് കുരുമുളക് പൊടി അങ്ങനെ കയറി ചെറിയ ചീടും അഗ്നികളി അറിയാല കട്ടി വീണ്ടും കട്ടി മനസ്സിലാവുന്ന ഇതെന്തോ നശിപ്പിച്ചത്. നമ്മുടെ മുട്ട ഏകദേശം ഒരു ഹാഫ് ബോയിൽ ആക്കി എടുത്തിട്ടുണ്ട്. പകുതി വേവ് മതി. ഫുൾ നമ്മുടെ തോരന് വേവിക്കുന്നത് എത്രയും ഇതാകണം, പകുതി വേവ് മതി. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഐറ്റോടെ ചേർക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ്. ഇതിനെ ചില്ലി ഫ്ലേക്സ് നമുക്ക് ശകലം വെളിച്ചെണ്ണ വീണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. ചരച്ചത് വായിട്ട് ഉള്ളിയാണ് ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമേ കുറച്ച് ആ പച്ചവളോടെ നോക്കിക്കോട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചവച്ചരച്ച് കിടക്ക്. ചവച്ചരച്ചല്ല കടിച്ചരച്ച് നമ്മുടെ നാടൻ സ്റ്റൈലിലാ. നമുക്ക് സ്ഥിരം വരുന്ന ഒരാളുണ്ട്. കഴിക്കാനും തുടങ്ങി. നമ്മുടെ ഗൾഫിൽ നിന്ന് ദുബായ് അബുദാബി ലീവിന് വന്നതാണ്. നമ്മുടെ 3 കൂട്ടർ റിട്ടേൺ കയറി പോയി. ഉണ്ണി കയറി, പിന്നെ അത് കഴിഞ്ഞ് പുസ്തകം കയറി പോയി, പിന്നെ കിട്ടു കയറി പോയി. അപ്പൊ അടുത്ത ലാൻഡ് ചെയ്ത് അടുത്ത ആഴ്ചത്തെ വീഡിയോ ഇവരുടെ സ്പോൺസർ എന്നൊക്കെ പറഞ്ഞു. വന്നേക്കുന്ന ഒരു വണ്ടേ ട്രിപ്പ് ഇവനെ വിടത്തില്ല വീട്ടിൽ. അത് 6 മണിയാകുമ്പോ വീട്ടിൽ കയറി അടിക്കും. അപ്പൊ നമുക്ക് ശകലം മഞ്ഞപ്പൊടി കൊടുക്കാം.
ഇനി വല്ല ഡേറ്റ് വന്നു കുറച്ച് കാശ്മീർ 10 മണിയാകുമ്പോൾ ഇതെന്തൊക്കെ പഠിച്ചേ? അവൻ പഠിച്ചു. അടുത്ത വീണ്ടും ഒരു പ്രവാസികളാണ് നമ്മുടെ ചാനൽ അങ്ങോട്ട് ഐശ്വര്യമുണ്ട് എപ്പോഴും ഒരു പ്രവാസികളാക്കാൻ നമ്മളാണ് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു നിങ്ങൾക്കോ ആ ഗ്രേവി ആക്കാനായി കളയി വന്നപ്പോ അനന്തോ സോറി കണ്ണപ്പൻ വിളിക്കുന്നത് അനന്ത് കണ്ണപ്പൻ ഓക്കെ ബന്ധില്ല നേരെ അതല്ലേ ഇവൻ നേരെ കൊടുക്കും മോനും തിളക്കണ്ട പോലെ ആളൊക്കെ മുട്ട ടേസ്റ്റ് ചെയ്യാൻ വേണം അപ്പൊ കറി വെട്ടി തിളച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അതിലോട്ട് മുട്ട സെറ്റ് ചെയ്തില്ല എഗ് ഇതിനെങ്ങനെയാണ് പറയുന്നത്? തൈര് കൊണ്ടൊന്നും കൂടൊക്കെ വെക്കാതെ ഭക്ഷണത്തിൽ ശേഖരണമുണ്ടോ? കറക്റ്റ് കൊഞ്ചില്ല ശകലം കുരുമുളക് പൊടി. ഓ ഇവിടെ ഇങ്ങനെ വെച്ചാൽ നോക്ക് ഔട്ട് മല്ലിച്ചപ്പ് ബ്ലോസിംഗിന്റെ അപ്പൊ നമ്മുടെ ആണ്ട എഗ് പൊട്ടിത്തെറി അല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറി അല്ലെങ്കിൽ എഗ് ബുർജി ബുർജ് ഖലീഫ് ബുർജ് ഖലീഫ് അല്ല മുട്ട ബുർജി ബുർജിക്കാടാ മുട്ട എന്ന് പറയുന്നത് മുട്ടയാടാ ബുർജി. ഓക്കെ അപ്പൊ നമ്മുടെ മറ്റേ ഈ മുട്ടത്തോര ഗ്രേവി കറി സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ മുട്ടത്തോരന്റെ ഗ്രേവി അല്ലേ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നൈസ് കറിയുണ്ട്. ആരെ എന്തുവാടാ കുടുംബശ്രീയിലെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. കുടുംബശ്രീന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് മുട്ട ബുർജിയുടെ ഒപ്പം അലുവ റെഡിയായിട്ടുണ്ട്. ഞങ്ങളപ്പോ നമ്മുടെ ബ്രെഡ് മുട്ട പൊട്ടിത്തെറി അല്ലെങ്കിൽ നമ്മൾ വേറെ പറഞ്ഞ മുട്ടത്തോരൻ ഗ്രേവി മുട്ടത്തോരൻ ചിക്കറി ബുജിക്കറി. അപ്പൊ നമ്മുടെ അക്ഷയ് ഇതിന്റെ ബുജിക്കറി കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. സംഭവം എങ്ങനെയുള്ള നോക്കാം. ആവി പാറുന്നു. നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് സൂപ്പർ ബ്രെഡാണ് എടുത്തേക്കുന്നത്. നെയ്യാ അവിടെ സെൻറ്ററിലോട്ട് ഗ്രേവി ഇങ്ങനെ ചുറ്റും തൽക്കാലം നമുക്ക് ഇത്ര എടുക്കാം. ഇനി നമ്മളെ കുറച്ച് കൂട്ടുകാർ വരാറുണ്ട്, അവർക്ക് കൊടുക്കാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അങ്ങനൊന്നും ഇല്ല. കിട്ടിയ ഭാഗ്യം. കിട്ടിയ ഭാഗ്യം. ഞാനല്ല എനിക്ക് കഴിച്ചത് എനിക്ക്. ഞങ്ങളവിടെ എന്റെ വായു നേരം അടിച്ചോണ്ട് പോകും. നീ നേരത്തെ വീഡിയോ കാണുന്നില്ല. വീഡിയോ കാണുന്നില്ല. ഇറക്കി വരാം. വീഡിയോ അങ്ങനെ കാണുന്നില്ല. കഴിക്കുന്ന കാണുന്നില്ല. സ്കിപ്പ് അടിക്കട്ടെ. ഇൻട്രോ കണ്ട നീ കാണുവാ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പീസ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന നമ്മുടെ പ്രവാസിയാണ്. അപ്പൊ അവൻ അനിയനാണ്. അപ്പൊ അവനെ നമ്മള് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുവാണ്. ആ ഒരു വേണം. അത് കൊടുക്കണ്ടായിരുന്നു. ചൂട് ചൂട്. അത് പന്ന കൊണ്ടാണ് ഈ സൈഡത്തെ പച്ചയിട്ട കൊടുറേ. അവനെ എങ്ങനെയുണ്ട് അഭിപ്രായം? അല്ല ഇന്റെ അല്ല, ഞങ്ങൾ ചാനൽ നല്ല അഭിപ്രായം. കൂട്ടുകാരെ കാണാറുണ്ടോ? കൂട്ടുകാർ കാണാറുണ്ട്. എല്ലാരും ആയിട്ടാണ് കാണുന്നത്. ആ എല്ലാരും പറഞ്ഞു പിടിപ്പിച്ചു പോലെ. പറഞ്ഞു അത് ഫീലായി. ഇല്ല അപ്പൊ നീ അവിടുത്തെ നെറ്റിലെ കൂട്ടുകാരോട് ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും സക്രയ. എല്ലാരും സക്രയ. സോറി. അപ്പൊ നമ്മളിത് അപ്പൊ എല്ലാരും കാണാൻ പറയണം. സക്രയ. കഴിക്കാൻ കൊണ്ട് വന്നിട്ടില്ലേ പറയുന്നത്? പങ്കെടുപ്പിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് അത് വേണ്ട. അങ്ങനെ ഇടത്തൊന്നും കൊടുക്കണം. ഇത് ഇങ്ങനെ ഈ കൊടുക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഈ വെച്ച് കഴിയുമ്പോഴിങ്ങനെ ഓരോരുത്തർക്ക് വായ വെച്ചിരുന്ന ഏറ്റവും അറപ്പുള്ള കാര്യം എന്ന് വെച്ചാൽ അവന് തിന്നാൻ ഭയങ്കര ദേഷ്യം. അതുകൊണ്ട് താണ്ട രണ്ടാമത് ഇത് നമ്മുടെ ശബരിക്ക് കൊടുത്ത് മേടിക്കണ്ട. എന്നുണ്ട് തമ്പനിയിൽ എടുക്കാനായിട്ട് കണ്ടാൽ അകത്ത് പോയി. എന്നാലും പറ. അടിപൊളി. അടുത്താണ്ട പുലി. അവനൊന്ന് അറപ്പായി ഇനിയിരിക്കാന്ന് പറയുന്നത്. അതല്ല ബ്രെഡിനെ എല്ലാവർക്കും മുട്ടയുടെ ടേസ്റ്റ് ഒക്കെ നല്ല അറിയണം. അമ്മമാർക്കൊന്നും വേണ്ട. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയുന്നത് ചേച്ചുവാ. നമുക്ക് എന്തിന്റെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്? മുട്ട ഇട്ടുണ്ട്, മുട്ടയുടെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ചിക്കന്റെ ഒരു ഫീൽ വരുന്നുണ്ടോ? ചിക്കൻ മസാല ഇട്ടുണ്ട്. ചിക്കൻ ടേസ്റ്റ് ഉണ്ട്. കൊച്ചാതെ അടിച്ചിട്ട് മുട്ട ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് കുട്ടി നമ്മുടെ ഉള്ളി വഴറ്റിയതല്ല കൊച്ചാവല്ലേ. സോറി കേട്ടോ, ലാഗായി. ഫോൺ വിളിച്ചു. ഉള്ളി വഴറ്റിയതൊക്കെ കൊച്ചാവയാണ്. പിന്നെ തക്കാളി വേട്ടയായിരുന്നു, എല്ലാം കൊച്ചാവയായിരുന്നു കേട്ടോ. എല്ലാം അരിഞ്ഞതും അവൻ. അതാണ് ഈ വീഡിയോയുടെ മെയിൻ എടുത്തത് കേട്ടോ. ക്യാമറമാനൊന്നും ഇല്ല ഇവിടെ. അവൻ അതേ അരമുറി പ്രിന്റ് കൊടുത്തത് അതേ ഉള്ളൂ. സംഭവം നൈസാണ്. ഈ ബ്രെഡില് ഈ ചാറെല്ലാം കയറിയപ്പോഴത്തെ പക്ക പൊടിയാണ് സംഭവം. വെറൈറ്റി ഐറ്റമാണ്. അപ്പൊ നമുക്ക് ഈ ബ്രെഡിന്റെ റിവ്യൂ കൂടെ പറയാം. എടുത്ത് മാറ്റി വെച്ചിരുന്നേ. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. ബാ അത് കഴിച്ചാൽ കണ്ണ ഞാൻ വെറുതെ പറഞ്ഞ നമുക്ക് കിട്ടും. സംഭവം ഉണ്ട്. അടിപൊളി. കണ്ണ നേരത്തെ ഇത് പറഞ്ഞു കേട്ടോ. എന്താ പറയുക പറയാം, നിങ്ങൾ ചിലപ്പോൾ കൊള്ളാമെങ്കിൽ അല്ല കൊള്ളത്തില്ലെങ്കിലും കൊള്ളാം എന്ന് പറയുന്ന ഇതായിരിക്കും. കണ്ണ സത്യസന്ധമായിട്ടോ നമ്മൾ ഇങ്ങനെ കഴിച്ചോ. ഈ രണ്ട് ബ്രെഡ് എടുത്ത് ഇല്ലടാ നമുക്ക് തികയത്തില്ല. നല്ല ഗംഭീരമായിട്ടുണ്ട്. എടുത്തു എത്ര ദിവസം ലീവ് ഉണ്ടോ? മനുഷ്യ കഴിച്ചോടാ. കുറച്ച് കൂട്ടുകാർ വരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു.
അത് ഇവരല്ല ഗൈസ്. എങ്ങനുണ്ട്? എങ്ങാണ്ട് തോന്നൊരു പയ്യന അഭിപ്രായം ടേസ്റ്റ് ഉണ്ടോ? ഇതെല്ലാവരും വീട്ടിലൊന്ന് സംഭവം സെറ്റ് ചെയ്ത് നോക്കും. ചിലപ്പം എല്ലാവരും സെറ്റ് ചെയ്ത് കാണും. ഇത് നമ്മുടെ ഐഡിയയിൽ ഇപ്പോഴാണ് വന്ന, വേറെ ഒന്നും അല്ല. കഴിഞ്ഞ ആഴ്ചയാണ് ആ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തേ. കൊള്ളാം സംഭവം സെറ്റ്. അപ്പം അടുത്ത ആഴ്ച കണ്ടോ. അപ്പൊ അടുത്ത ആഴ്ച ഇതിലും കിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എന്റെ ചങ്കൾക്കല്ല 1000 നന്ദി രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് വേറെ കാര്യം പറയാനുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ നമുക്ക് നല്ല വ്യൂസ് നല്ല ഡൗൺ ആണ്. ഇപ്പൊ ഞങ്ങളൊന്ന് ഇങ്ങോട്ട് വരിക. ഷെയർ ചെയ്യുക. ആരാ ഷെയർ ചെയ്യാം. കഴിഞ്ഞ വീഡിയോ നീ ഷെയർ ചെയ്ത് പറഞ്ഞത് ഞാൻ കണ്ടില്ല. കണ്ടോ? ഏതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ? കഴിഞ്ഞ വീഡിയോ ഏതായിരുന്നു? ചിക്കൻ നൂഡിൽസ്. വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ മുന്നോട്ട് ഇനിയുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം തരുക. ഓക്കെ, അപ്പം കിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.